റിഫ്ലക്ടർ ഓഫ് ചെയ്യുമ്പോൾ QSP-യിലേക്ക് പോകുന്നുണ്ട്. ലൗഡ്നെസ് കൂടുതൽ സമയം മാക്സിമത്തിലേക്ക് പോകുന്നത് റിഫ്ലക്ടർ വരുമ്പോഴാണ്. നമ്മൾ ലോക്കലാണല്ലോ, ഏകദേശം കുറച്ചും കൂടി ദൂരെയാണ്. ഇതിപ്പോൾ ഒരു 150-200 കിലോമീറ്റർ അത്രയൊക്കെ ആ റേഞ്ചിലൊക്കെ വരേണ്ടതാണ് എഫക്റ്റ്. പക്ഷെ ഒരു ആംഗിളിലാണല്ലോ. നോക്കാം, നമുക്ക് എല്ലാ സ്റ്റേഷനൊക്കെ ആയിട്ട് ടെസ്റ്റ് നടത്തുമോ? മൈക്കിന്റെ ഒക്കെ അതെ, ജോയി വന്നിട്ടുണ്ട്. TBU ആണുണ്ട്. TBU ആണോ? TBU ശബ്ദം അറിയില്ലോ. ഓക്കെ, അപ്പോൾ അത് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൈക്കിന്റെ ഒക്കെ ടിക്കറ്റ് ആസ്റ്റു TBU സിറപ്പ JUS XP ഓവർ. XP TBU JUS 24 സിറപ്പ മൈക്കിന്റെ ഒക്കെ. ജസ്റ്റിന് ആ രണ്ടിലും റിഫ്ലക്ടർ ഉള്ള പൊസിഷനിലും ഇല്ലാത്ത പൊസിഷനിലും ഒന്ന് വന്നാൽ ഞാൻ നോക്കാം. എനിക്കത് നോക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പം അങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ആയിട്ട് രാജേഷ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. TBU ഗോ ഹെഡ് മൈക്കിൻ്റെ ഒക്കെ. Rajesh, very good morning, Ganeshan and Russell again. So this is with the reflector ആണ്. ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരു സ്റ്റഡി പർപ്പസിനാണ്. സോ ഐ എം ഗോയിങ് ടു ചേഞ്ച്. പ്ലീസ് നോട്ട് ദ റിപ്പോർട്ട്. Okay, very good morning Joy, very good morning Russell, very good morning Ganeshan, very good morning Rajesh. ഇത് വിത്തൗട്ട് റിഫ്ലക്ടർ ആണ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി ആയി അത്രേ ഉള്ളൂ. വലിയ ചേഞ്ച് ഒന്നും വരാൻ വഴിയില്ല. എനിവേ പ്ലീസ് ഗിവ് എ റിപ്പോർട്ട് ടു മീ. ജോയ് പ്ലീസ് കം ഇൻ. ദിസ് ഈസ് VU3 JUS. എനിക്ക് രണ്ടും ഒരേപോലെയാണ്, ഒരു വ്യത്യാസം ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. രണ്ടും ഒരേപോലെയാണ് വയനാട്ടിലേക്ക് വരുന്നത്. രാജേഷ് ഗോഡോ തിരക്കാണെങ്കിൽ വിട്ടോളൂ. അങ്ങനെ ഞാൻ ജനറലായിട്ടൊരു കാര്യം ജോബിൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് റസൽ ആൻഡ് ജോബിനാണുള്ള ഡൗട്ട് വന്നേ. ഇപ്പൊ നമ്മളൊരു ഒരു റിഫ്ലക്ടർ വെച്ചിട്ട് ആ റിഫ്ലക്ടറിന്റെ ലെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ, ഒരു റിലേ വഴി കുറയ്ക്കുകയാണെങ്കിൽ അത് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ആന്റിന ഡിസൈൻ കണ്ടിട്ടുണ്ട്. ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് ആ കോഡിന്റെ അപ്പുറത്ത് ഒരു റിഫ്ലക്ടർ, അതുപോലെ തന്നെ ഒരു റിലേ കൂടി വെച്ചിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ, അതിന്റെ ലെങ്ത് കുറയ്ക്കും, ഡിസ്റ്റൻസ് അല്ല ലെങ്ത് കുറയ്ക്കുമ്പോൾ അത് ഡയറക്ടർ ആവും. അത് ഒരു റിലേ വെച്ചിട്ടാണ് അത് ചെയ്യണത്. ആ റിലേ വിടുമ്പോൾ അത് റിഫ്ലക്ടർ ആവും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ജോബിൻ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം. ദിലു അക്തർ ഫോക്സ് JUS. റോജർ XP ഇപ്പം തരാം. ഞാൻ ആൻറ്റിന സൈഡിൽ എനിക്ക് വളരെ ചെറിയ അറിവേ ഉള്ളൂ. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഡൗട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റിഫ്ലക്ടർ ഡയറക്ടർ എന്നുള്ളത് വിട്ടേക്കുക. അത് ചിലപ്പോൾ കറക്റ്റ് ഒരു എന്താ പറയുക, റിഫ്ലക്ടറിൻ്റെ അതേ ലെങ്ത്തിലുള്ള ഒരു സാധനം ലൂപ്പ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെ ഷോർട്ടൺ ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആകുന്നു. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഇതൊക്കെ മാറ്റി വെച്ചേക്കുക. അതേ സ്ഥലത്ത് നമ്മളൊരു മെറ്റൽ പൈപ്പ് ചുമ്മാ കൊണ്ട് വെച്ചാൽ പോലും ആ ആൻറ്റിനയുടെ ഡയറക്ടിവിറ്റിയെ ബാധിക്കുമല്ലോ. അപ്പോൾ ആ മെറ്റലിൻ്റെ ഇൻഫ്ലുവൻസ് ആണല്ലോ അവിടെ കാണിക്കുന്നത്. അതേപോലെ ഇത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് റിഫ്ലക്ടർ എന്നുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് മാറുമെങ്കിൽ പോലും ആ മെറ്റൽ എന്നുള്ള ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവുമല്ലോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യന്. JUSന് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് XPസിന് കൊടുത്തു. ഓവർ. റോജർ ഡെഫിനറ്റ്ലി അത് റിഫ്ലക്ടറിന്റെ ഡിസ്കണക്ട് ചെയ്താലും ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവും ഡിയർ ജോബിൻ. കാരണം നമ്മൾ ഈ മറ്റേ മെറ്റൽ റൂഫ് ഇട്ടേക്കണ അതിന്റെ മുകളിൽ ഒരു ആന്റിന കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മെറ്റൽ റൂഫ് റിഫ്ലക്ടറായിട്ട് വർക്ക് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഡിയർ ജോബിൻ. അപ്പൊ ഞാൻ ഇനി നിൽക്കുന്നില്ല, എനിക്ക് ഇത്തിരി ക്വാറുണ്ട്, കുറെ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട് ജോബിൻ ആൻഡ് റസൽ, ജോയ് ആൻഡ് ഗണേശൻ. അപ്പൊ 73 ഓൾ ഓഫ് യു. ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ കുറച്ചൊക്കെ നിങ്ങളെ കേൾക്കുന്നുണ്ട്. ഗോഡ് ജോബിൻ ആൻഡ് പാസ് ടു മൈക്കിന്റെ JUS. ഓക്കെ 73 JUS. അപ്പോൾ see you later. അപ്പോൾ പിന്നീട് കാണാം. അപ്പോൾ ഗോഡ് XP ഓവർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 73. അത് ജെന്യുവൻ ഡൗട്ടുകളാണ് ഇത് ഈ പറഞ്ഞതെല്ലാം. അവൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജോയിയും ഇതുപോലെ തന്നെ പറഞ്ഞു. അത് പറയണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതൊരു സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തിയറിയും പ്രാക്ടിക്കലും രണ്ട് കൺസിഡറേഷനും നമ്മൾ നടത്തണം. അവിടെ എന്താ വെച്ചാൽ ഇവിടെ ബേസിക് ഇത് വെച്ച് നോക്കുമ്പോൾ റിഫ്ലക്ടർ എന്താണ്, ഡയറക്ടർ എന്താണെന്നുള്ളത് എന്നിട്ട് വേണം നമ്മൾ മറ്റേ കാര്യം ചിന്തിക്കാൻ. ഒരു ആന്റിനയുടെ അടുത്ത് ഏതൊരു മെറ്റൽ ഓബ്ജക്റ്റ്
ഏതൊരു സാധനം ഉണ്ടെങ്കിലും അതിന് ആക്ഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. അതിന് അതുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. പക്ഷെ ഈ ഇന്ററാക്ഷൻ അതൊരു റിഫ്ലക്ടറായിട്ട് വരണമെങ്കിലും അതൊരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. അവിടെയാണ് ഇതൊരു ജെനുവിൻ റിഫ്ലക്ടറോ ഡയറക്ടറോ ആയിട്ട് വരുള്ളൂ. അതിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡൈപോൾ ആണെങ്കിൽ അത് ഹാഫ് വേവ് ലെങ്ത് ആണ്. അതിന്റെ ഒരു വേവ് ലെങ്ത്തിന്റെ ആക്ച്വൽ വേവ് ലെങ്ത്തിന്റെ 0.125% മുതല് അതിന്റെ 3 ഇരട്ടി, അതായത് 0.3% അല്ല സോറി ടൈംസ്, അല്ലെങ്കിൽ 1/8 ടൈംസ് ലെങ്ത്, അല്ലെങ്കിൽ 3/8. ഈ ഡിസ്റ്റൻസിനോട് അടുത്ത് വരികയും ആ സാധനത്തിന്റെ ലെങ്ത് ഈ നമ്മൾ ഇരിക്കുന്ന ലെങ്ത്തിന്റെ ഇപ്പൊ ഡൈപോൾ ആണെങ്കിൽ ആ ഡൈപോളിന്റെ അതിനോട് അപ്രോച്ച് ചെയ്യുന്ന ലെങ്ത് വരുമ്പോഴാണ് ഇതിന്റെ എഫക്റ്റുകൾ ഡയറക്ടറായിട്ടും റിഫ്ലക്ടറായിട്ടും മാറുന്നത്. അല്ലാത്ത ഏതൊരു കേസിലും ഏതൊരു മെറ്റൽ ഒബ്ജക്റ്റിനെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് വേറൊരു വശമാണ്. ഇപ്പോൾ പക്ഷെ അതിനൊന്നും ഒരു ഡയറക്ടറായിട്ടോ ഒരു റിഫ്ലക്ടറായിട്ടോ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ അത് ഒരു പാറ്റേൺ ചേഞ്ചസിന് ഉണ്ടാക്കും. ഈ ആന്റിനയുടെ ലോബ് ഉണ്ടല്ലോ, ഇത് ചെറിയൊരു പാറ്റേൺ, അത് ആ എലമെന്റ് എവിടെയാണോ ഇരിക്കുന്നത്, എത്ര ഡിസ്റ്റൻസിലാണോ ഇരിക്കുന്നത്, അതിന് ചുറ്റുവട്ടത്തായിട്ടും അതിന്റെ സൈഡിലേക്കും അവിടെ ഒരു ചെറിയ പാറ്റേൺ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ റിഫ്ലക്ടറും ഡയറക്ടറും ആക്കി മാറ്റിയതിന് ശേഷം അതിന്റെ ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ ഒരു ആന്റിനക്ക് ഒരു റിഫ്ലക്ടർ വേണമെങ്കിൽ അതിനേക്കാൾ 5%, ഏകദേശം ഒരു 5%, 10% ഒക്കെ കൂടുതൽ ലെങ്ത് വേണം. അത് ഏകദേശം ഈ പറഞ്ഞ 1/8 വേവ് ലെങ്ത്തിലെ അകലത്തിലായിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം 3/8. പിന്നെ ഇടക്ക് ഇതിന് ചേഞ്ചസ് ഉണ്ടാവും, പാറ്റേണിന്റെ അതിന്റെ ഫോക്കസിങ്ങിനും കാര്യങ്ങൾക്കും മാറ്റം വരും. അപ്പൊ ഈ സംഭവത്തെയാണ് നമ്മൾ ഡയറക്ടർ റിഫ്ലക്ടർ ആക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ റിഫ്ലക്ടർ ആക്കി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ ഈ പറഞ്ഞ ഒരു പ്രൊപ്പോർഷനായിട്ട് അല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ലെങ്ത്തിലേക്ക് കൊണ്ടുപോയാൽ നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് അതിന്റെ അടുത്തിരിക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കുള്ളൂ. അതൊരു റിഫ്ലക്ടർ എഫക്റ്റോ ഡയറക്ടർ എഫക്റ്റോ ഉണ്ടാക്കില്ല. പകരം ഒരു ലോക്കലൈസ്ഡ് റേഡിയേഷൻ പാറ്റേൺ ചേഞ്ച് ഉണ്ടാക്കുള്ളൂ. അത് SLWR റിഫ്ലക്ട് ചെയ്യും, ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്യും. പക്ഷെ അത് മറ്റ് ദൂരേക്കുള്ള റേഡിയേഷന് ഫാർ ഡിസ്റ്റൻസ് റേഡിയേഷനെ ബാധിക്കുന്നതല്ല. ആ ഡിസ്റ്റൻസിനെ ബാധിക്കാനാണ് നമ്മൾ റിഫ്ലക്ടർ ഡയറക്ടറൊക്കെ ആക്കി മാറ്റുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഇത് വെച്ച് കുറച്ച് ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ ഏകദേശം വരും. അല്ലെങ്കിൽ അടുത്ത അവറിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ടു മൈക്കിന്റെ ഒക്കെ ഗ്രൂപ്പ് ഇവിടെ എക്സ്പീസ് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അവർ ചിലപ്പോൾ നമ്മുടെ ഡയറക്ഷനിലല്ലെങ്കിലും അപ്പൊ അവർ പറയും നിങ്ങൾ എന്റെ ശരിക്കും ബാക്കിലാണ് നിങ്ങളുടെ അതുകൊണ്ടാണ്. പക്ഷെ അവിടേക്കും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഓപ്റ്റിമം ലെവലിലല്ല. ഓപ്റ്റിമം ലെവല് അതിന്റെ ഡയറക്ടർ എവിടേക്കാണോ അങ്ങോട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്റ്റിമൽ ലെവലിൽ നടക്കണമെങ്കിൽ ഈ പറയുന്ന റേഷ്യോ കീപ്പ് ചെയ്താൽ നടക്കും, അല്ലെങ്കിലും നടക്കും, പക്ഷെ അത്ര സ്പീഡിൽ നടക്കില്ല എന്നുള്ളൂ. 24 SP go ahead. This is U3DNP. ഡോക്ടർ ജോൺ, വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് കുറവാണ് ജോബിൻ പറഞ്ഞ പോലെ, എങ്കിലും കോപ്പി ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതില് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടോ സംശയമുണ്ട്. ജോബിൻ ചോദിച്ചതിന് ഞാൻ പറഞ്ഞതിൽ ആൻസർ ആയോ എന്നാണ് എന്റെ ചോദ്യം. മറ്റേത് വേറൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊരു ഓബ്ജക്റ്റ് ഒരു ആന്റിന അടുത്ത് വന്നാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ ഒരു സാധനം റിഫ്ലക്ടറാക്കിയും ഡയറക്ടറാക്കിയും വെക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റിന് മാറ്റം വരുത്താന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ നടക്കുന്ന ടെസ്റ്റ്. പിന്നെ ഈ ടെസ്റ്റിന് ജോബിൻ പറഞ്ഞ പോലെ രാജേഷ് നേരത്തെ സൂചിപ്പിച്ചു. ഞാനത് അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റോട് പറയുന്നത് വെച്ചാൽ ജസ്റ്റിന് അവിടെ പവർ ഓർക്കാൻ പറ്റില്ല. അവർ വളരെ സഫീഷ്യന്റ് പവറിൽ മാത്രം ഇത് ടെസ്റ്റ് എടുത്തിട്ടുണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പല റേഞ്ചിലൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ജോബിൻ സൂചിപ്പിച്ചാൽ അത് തന്നെ അത് തിരിച്ചറിയുന്ന ലെവലിൽ തന്നെ ടെസ്റ്റ് എടുക്കണം. അതും വേറൊരു വിഷയമാണല്ലോ, ഇത് എക്സ്പെരിമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ സുഭാഷ്, ഗുഡ് മോർണിംഗ്. സുഭാഷ് പറഞ്ഞത് അത് തന്നെ ഹെവൻഡ് ബ്ലാക്ക് റേഷ്യോന് അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഒരു റിഫ്ലക്ടർ വെച്ചാൽ നേരെ സ്വിച്ച് ഇട്ട പോലെ ബാക്കിലുള്ള കംപ്ലീറ്റ് റേഡിയേഷൻ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു മെജോറിറ്റി പാർട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളുക ചെയ്യുന്നു. നമ്മൾ ലൈറ്റ് നോക്കിയാലോ അങ്ങനെ അറിയാം. ഒരു ലൈറ്റ് ഇട്ടിട്ട് അതിന്റെ പുറയിലൊരു റിഫ്ലക്ടർ പോലെ കൊണ്ടുവന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് നോക്കിയാലും ആ ലൈറ്റിന്റെ കുറച്ച് നമ്മുടെ പുറകിൽ നോക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത് ഒരു പാറ്റേൺ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മുന്നിലോട്ട് പോകുന്ന
ആന്റിനയിൽ നിന്ന് പോകുന്ന റേഡിയേഷനും റിഫ്ലക്ടറിൽ നിന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്ന സിഗ്നലും കൂടി വേവ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഈ വേവ് ഇന്ററാക്ഷൻ വരുമ്പോൾ ചിലയിടത്ത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ചിലയിടത്ത് കൺസ്ട്രക്റ്റീവ് ഉണ്ടാവും. ഈ കൺസ്ട്രക്റ്റീവ് നേരെ സെന്ററിൽ വരുന്നതുകൊണ്ടാണ് ആ ഫ്രണ്ടില് അത് കൂടുതൽ വരുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഡിസ്ട്രക്റ്റീവ് ആവും, അവിടെ അത് കുറയും. നമ്മൾ ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ടോട്ടൽ എനർജി സെയിം ആണ്. അപ്പൊ ഇതൊക്കെ ഏത് തരം പെർഫെക്റ്റ് റിഫ്ലക്ടറോ പെർഫെക്റ്റ് ഇത് ഡയറക്ടറോ ഒന്നും ഇല്ല. അപ്പൊ കുറെ ലീക്കേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എന്ന് മാത്രമല്ല അഡീഷണൽ ലോബുകൾ ഫോം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മളെ ഈ കൺസെപ്റ്റ് ഇതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു സാധനം റിഫ്ലക്ടർ ആക്കി മാറ്റാൻ ഈ റേഷ്യോ ഈ സ്വിച്ചിന്റെ ഈ കണ്ടീഷൻ വന്നാലാണ് അതിന് എഫക്റ്റ് ഉള്ളൂ. അതെ, ജോയ് ചോദിച്ച നേരത്തെ കറക്റ്റ് ആണ്. കാരണം എത്ര ലെങ്ത്തിലാണ് എഫക്റ്റ് ഉണ്ടാവാന്നുള്ളതാണ് രാജേഷ് ചോദിക്കുന്നത്. അതാണ് ആ വാല്യൂ പറഞ്ഞത്. 1/8 പോലെ 3/8 വരെയാണ് അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ളത് നെഗ്ലിജിബിൾ എഫക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എവിടെയെങ്കിലും ഇരുന്നാൽ ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ എഫക്റ്റ് അതിനുണ്ടാവും. ഇല്ലെങ്കിൽ ജോബിൻ സംശയിച്ച പോലെ ഉള്ള സംഭവമാണത്. ഒരു മെറ്റൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും അവിടെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് പക്ഷെ ഒരു സീരിയസ് എഫക്റ്റ് ഉണ്ടാക്കില്ല. അതിന് ചുറ്റുവട്ടത്തുള്ള അടുത്ത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ പാറ്റേൺ ചേഞ്ച്, അത് ദൂരേക്കോ ദൂരെയുള്ള ഫാർ ഫീൽഡ് റേഡിയേഷനോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നമ്മുടെ SWR ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിന് എഫക്റ്റ് ഉണ്ടാവായിരിക്കും. അപ്പൊ അതാണ് അതിന്റെ കൺസെപ്റ്റ്. അത് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പിന്നെ ST പറഞ്ഞ വേറെ ഫീൽഡ്, അത് വീണ്ടും സബ്ജക്റ്റ് മാറിയാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വേറെ രീതിയിലേക്ക് പോകാം. എന്തൊക്കെ ആയാലും നമ്മൾ പാറ്റേണിനെ മോഡിഫൈ ചെയ്തിട്ട് ടോട്ടൽ എനർജി പുറത്ത് നിൽക്കുന്ന സാധനത്തിന് നമ്മൾ പാറ്റേൺ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ബീമിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് മറ്റേലും സംഭവിക്കുന്നത് കൊളിനിയർ. അത് വേറൊരു കൺസെപ്റ്റാണ്. അത് പിന്നീട് പറയാൻ നോക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റുകളായിരിക്കണം ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ലോ പവറിൽ ചെക്ക് ചെയ്യണം. പിന്നെ അത് ഇതിനെന്താ സംഭവിച്ചത്, നമ്മൾക്കൊരു റേഡിയേഷൻ ഫോം മാറ്റം വരുമ്പോൾ ഇതിന്റെ ആംഗിളിലും ചിലപ്പോൾ മാറ്റം വരാം. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ടെസ്റ്റ് നടത്തുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആ എഫക്ട് മാറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ്. റിഫ്ലക്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിഫ്ലക്ടർ അല്ലാതായി. റിഫ്ലക്ടർ അല്ലാതാവുമ്പോൾ അതിന്റെ എഫക്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അത് കണ്ടെത്താവുന്ന കണ്ടീഷനിൽ തന്നെ ടെസ്റ്റ് നടത്തണം. അത് വേറെ സംശയം, യാതൊരു സംശയമില്ല. അത് മുകളിൽ പോയിട്ട് അയോണോസ്ഫിയറിൽ പോയിട്ട് തട്ടി തിരിച്ചു വരുന്നതിനും മാറ്റം വരാം. കാരണം അറിയോ, അതിന്റെ ആംഗിൾ മാറി, ടേക്ക് ഓഫ് ആംഗിൾ മാറി, റേഡിയേഷൻ ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്ന ആംഗിൾ മാറി. അപ്പൊ അതനുസരിച്ചുള്ള എഫക്ട് ഉണ്ടാവും. ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകേണ്ടത് വരുന്ന ആംഗിളും ലോക്കലിൽ വരുന്ന ആംഗിളും വ്യത്യാസമില്ല. മുകളിൽ ചെന്ന് തിരിച്ചു വരുന്നതും എല്ലാ ജോമെട്രിയുടെ അത് വരുന്നുണ്ട്. നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ റിഫ്ലക്ടറിന്റെ എഫക്ട് ഇല്ലാതാക്കി. അതെല്ലാം എവിടെയെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ടോ അത് തിയറിറ്റിക്കലായിട്ട് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എവിടെയൊക്കെയാണ് ടെസ്റ്റ് നടത്തേണ്ടത്, അത് ഏത് പവർ ലെവലിൽ ചെയ്യണം. അതെല്ലാം ടെസ്റ്റ് ക്രൈറ്റീരിയ ആണ്. അത് ഓക്കെ, എഗ്രി ചെയ്യുന്നു. അതാ ഇപ്പം മനസ്സിലായി. ഇപ്പൊ ജോബിൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്താക്ക് കൊടുത്തു. ജോബിൻ. റോജർ, ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അതായത് ഇത് ഇനി റിഫ്ലക്ടർ എന്നുള്ളത് ഇപ്പൊ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ റിഫ്ലക്ടർ അല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. പക്ഷെ അത് വേണമെങ്കിൽ ഒരു അബ്സോർബർ ആയിട്ട് മാറാം, അല്ലെങ്കിൽ അത് ഈ RFന്റെ ഇൻഫ്ലുവൻസിന് ഇതായിട്ട് മാറാം. അപ്പം ഒരു പക്ഷേ ആ അബ്സോർബർ എന്നുള്ള നിലയിൽ അതിനെ RF അതായത് ഈ ഒരു മെറ്റൽ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ അത് അങ്ങനെ മാറാം. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ റിലേ കോണ്ടാക്ട്സ് മാത്രം വരുമ്പോഴേ അതൊരു ലൂപ്പല്ലേ, അപ്പോൾ ഒരു കപ്പാസിറ്റൻസ് എഫക്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ലേ? അതിനൊരു ഷോർട്ട് ആൻസർ ഓവർ. അത് ഞാൻ പറയാൻ മറന്നതാണ്. അത് വരുന്ന കപ്പാസിറ്റർ വളരെ മൈന്യൂട്ട്, അതിന്റെ എഫക്ട് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വളരെ വെരി വെരി PF വാല്യൂ ആണ്. ആ PF വാല്യൂം ഈ ലെങ്ത്തും കൂടി ഈ ഫ്രീക്വൻസിക്ക് അത് റെസനേറ്റ് ചെയ്യില്ല. അത് മിനിമൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്, അതൊരു സംശയമില്ല. ജോബിന്റെ ചോദ്യം കറക്റ്റാണ്, ഞാനത് കഴിഞ്ഞ തവണ പറയാൻ മറന്നുപോയി. അത് ആ ഒരു PF വാല്യൂം ഈ ലെങ്ത്തിന്റെ ഇൻഡക്ടൻസും കൂടി ഒരിക്കലും ഈ ഫ്രീക്വൻസിക്ക് ഒരു എഫക്ട് ഉണ്ടാവും. പിന്നെ ഈ അബ്സോർവ് ചെയ്യുന്നുള്ളത് അത് ഉണ്ടാവില്ല കേട്ടോ. അവിടെയും നമുക്കൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട്. ഒരിക്കലും ഒരു മെറ്റീരിയൽ വയറിൽ വേറെ നിൽക്കുകയാണെങ്കിൽ അത് അബ്സോർവ് ചെയ്യില്ല, ഒരിക്കലും അബ്സോർവ് ചെയ്യില്ല. അത് റീറേഡിയേറ്റ് ചെയ്യുള്ളൂ. അത് അബ്സോർവ് ചെയ്യണമെങ്കിൽ അതൊരു സോഴ്സായിട്ട് വേറൊരു ലോഡിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും വരണം. അതിന്റെ രണ്ടറ്റത്ത് എന്തെങ്കിലും വേറെ കണക്ട് ചെയ്ത് ലോഡ് കണക്ട് ചെയ്താൽ അത് അബ്സോർവ് ചെയ്യും റെസിസ്റ്റീവായിട്ട്. അപ്പൊ അത് അബ്സോർവ് ചെയ്യില്ല. അത് അവിടെ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആ ലോക്കലൈസ്ഡ്
ഇത് പാറ്റേണിൽ മാത്രം എഫക്ട് ചെയ്താൽ ഒരിക്കലും നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകില്ല. ആ എനർജി റീറേഡിയേറ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഈ ഗ്രൗണ്ടിലേക്കൊക്കെ മുട്ടുന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഇൻവെർട്ടർ ടി വി ഒക്കെ വെക്കുമ്പോൾ മാസ്ക് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോവുകയോ സാധ്യതയുണ്ടെങ്കിൽ അത് ലോസ് ആവുള്ളൂ, അല്ലെങ്കിൽ ലോസ് ആവില്ല. അവിടെ വരുന്നത് ലോക്കലൈസ്ഡ് നെഗ്ലിജിബിൾ എഫക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു ഫാർ ഫീൽഡ് ഡിസ്റ്റൻസിന് റേഡിയേഷനെ ബാധിക്കില്ല. കേസൽ അവർ റോജർ, അല്ല നമ്മളിപ്പോ ഈ റിലേ ഒരു പവർ ലൈനുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ ഓൾറെഡി നമ്മൾ ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഷാക്കിലേക്കോ അല്ലെങ്കിൽ വേറൊരു സോഴ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പം റിലേയുടെ ആ ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റലിന്റെ കണ്ടിന്യൂറ്റിയുടെ ഡിഫറൻസ്. അപ്പോൾ ഓൾറെഡി അതൊരു വേറൊരു പാത്തിലേക്ക് കണക്റ്റഡ് ആണ് വയ കോയിൽ വഴി. അപ്പോൾ RF അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, നമ്മുടെ ആന്റിന ഐസൊലേറ്റ് ചെയ്ത് നിൽക്കല്ലേ. ആന്റിനക്കുള്ള ഐസൊലേഷൻ എത്ര ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. ആ ഐസൊലേഷൻ കുറവാണെങ്കിൽ ജോയിന്റെ സംശയം കറക്റ്റാണ്. അത് രണ്ട് സെപ്പറേറ്റ് നിൽക്കുന്ന രണ്ട് ലീഡുകൾക്ക് ക്രോസ് നിൽക്കുന്നു, അത് ഡിസ്കണക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഐസൊലേഷൻ കുറവാണെങ്കിൽ എഫക്ട് ഉണ്ടാവും. അത് അവിടുത്തെ കപ്പാസിറ്റർ മെഷർ ചെയ്ത് നോക്കിയാൽ വളരെ വെരി വെരി ലോ നാനോ ഫാരഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രക്കൊള്ളൊരു ആ ഒരു എഫക്ട് സാധ്യത ഉണ്ട്. പക്ഷെ അത് മൈനറാണെന്നാണ് പറഞ്ഞത് അവർ. റോജർ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ആരാണ്? അടുത്തത് ഞാൻ SP കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ SP